അഗ്നിയൻ മധ്യേ വീണിടും നേരം അഗ്നിയിൽ അവൻ അരികിലെത്തിയിടും. അഗ്നിയൻ മധ്യേ വീണിടും നേരം അഗ്നിയിൽ അവൻ അരികിലെത്തിയിടും. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വൻകൃപയാൽ ഇന്ന് നമുക്ക് വീണ്ടും സ്വർഗീയമായ യാത്രയ്ക്ക് തുടർന്നുകൊണ്ടിരിക്കുന്ന നാം യാത്ര ചെയ്യുന്ന നമുക്ക് തമ്പുരാൻ കർത്താവ് ഇന്ന് നമുക്ക് തന്നിട്ടുള്ള തിരുവചനം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാം തിരുവചനത്തെ ശ്രദ്ധിച്ചാൽ കാണാം. യഹൂദ്യ ഹോത്ര സിംഹം ആരാണ്? ആ സിംഹത്തെ പ്രസവിച്ചവൾ ആരാണ്? അവൾ ഒരു സിംഹി തന്നെ. ഹല്ലേലൂയ. യെഹെസ്കേൽ 19-ാം അധ്യായം 1-2 തിരുവചനം വായിച്ചാൽ വ്യക്തവും ശക്തമായിട്ട് നമുക്ക് കാണാം. അതെ, യഹൂദ്യ ഹോത്ര സിംഹനാഥനെ പ്രസവിച്ചത് ആരാണെന്ന് അവിടുന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മുടെ ജീവിതം ധന്യമായി, ഭദ്രമായി, ശുദ്ധമായി, വെടിപ്പായി, വെണ്മയായി കർത്താവിന് വേണ്ടി കാതോർത്ത് കാത്തിരിക്കുന്ന ഏവർക്കും സന്തോഷവും സമാധാനം ശാന്തിയും നൽകട്ടെ എന്ന് സന്തോഷത്തോടുകൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു പുതുവർഷത്തിലേക്ക് എത്തുമ്പോഴേക്കും നമ്മുടെ ദൈവത്തിന് അതിയായി നമുക്ക് ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആയതില്ല, ദൈവം നമ്മളെ വൻ കൃപയാൽ നിറയ്ക്കട്ടെ. യെശയ്യാപ്രവചനം 50-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചു കളഞ്ഞതിൻ്റെ ഉപേക്ഷണ പത്രം എവിടെയെന്നാണ് അവിടെ വ്യക്തമായി നമ്മളോട് ചോദിക്കുകയാണ്. നമ്മളോട് ചോദ്യമാണ് തമ്പുരാൻ ചോദിക്കുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചു കളഞ്ഞതിൻ്റെ ഉപേക്ഷണ പത്രം എവിടെ? ചോദ്യം നമ്മളോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അല്ല, എൻ്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത്? നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു. നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, അമ്മയെ ഉപേക്ഷിച്ച് കളയുക. നമ്മുടെ ആളുകൾ പറയും, പെറ്റമ്മ മറന്നാലും അന്ത്യോക്യയെ മറക്കില്ല എന്നാണ് ഇന്ന് വിളിച്ചു പറഞ്ഞ് ജയ് വിളിക്കണത്. ആ കർത്താവ് നമ്മളോട് ചോദിക്കുക, നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ച് കളഞ്ഞതിൻ്റെ ഉപേക്ഷണ പത്രം എവിടെയാന്ന് ചോദിക്കണേ. അന്ത്യോക്യയെ അല്ല, ദേവലോകത്തെ അല്ല. കർത്താവ് ചോദിക്കണേ, നിങ്ങളുടെ അമ്മ താണു കൊടുത്തവളാണ്, അവൾ വിനയമുള്ളവളാണ്, അവൾ ഒരു സിംഹിയാണ്, യഹൂദ്യഹോത്ര സിംഹനാഥനെ പ്രസവിച്ചവളാണ്. അവളുടെ കർത്താവ് നമ്മുടെ രക്ഷകനെ വിളയിക്കുവാൻ അവളിലൂടെ കർത്താവ് ഇറങ്ങി വന്ന അത്ഭുത വീണയാണ്, അത്ഭുതകരമായ ഒരു വൃക്ഷമാണ്. ആ വൃക്ഷം ആരാണ് എന്ന് യെഹെസ്കേൽ 19:10 നോക്കിയാൽ കാണാം. അവൾ മുന്തിരി തോട്ടത്തിൽ, അതെ, അധികം ഉള്ളിടത്ത് നട്ട് വേരുന്ന വളരെ ഫലം കായ്ക്കുന്നവളാണെന്ന് അവിടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ആയതുകൊണ്ട് കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ലയിച്ചു പോകുമ്പോൾ തമ്പുരാൻ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു. അതെ, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയിൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും. നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ, ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോടടുത്ത് വരികയില്ല. ഹല്ലേലൂയ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അമ്മ നമുക്ക് കാണിച്ചു തന്നു, വിനയപ്പെട്ട് കർത്താവിനെ ഗർഭം ധരിച്ച് ജീവനെ പ്രസവിച്ച് വചനം ഉൾക്കൊണ്ട്, അതേ, അവിടുന്ന് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുകയല്ല, വചനം ഗർഭം ധരിച്ച് കർത്താവ് നമ്മൾ ഉരുവാകുവാൻ കാതോർത്ത് കാത്തിരിക്കുന്ന അമ്മയുടെ മക്കളോട് അമ്മയ്ക്ക് എന്ത് സ്നേഹമാണെന്നറിയാമോ? ആ സ്നേഹത്തെ നമുക്ക് കാണിച്ചു തരുന്ന കർത്താവ് സ്നേഹമായി ഇറങ്ങി വന്ന ആ അത്ഭുത ജഡീകരഥമാകുന്ന പരിശുദ്ധ അമ്മയോട്
അമ്മയെ നിങ്ങൾ ആരൊക്കെ ആദരിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. ജയ് വിളിക്കുന്നവരല്ല, കർത്താവിന് ഉള്ളതുപോലെ ഉള്ളിൽ ക്രിസ്തുമസ് കഴിഞ്ഞു, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പിറന്നിട്ടുണ്ടോ? പിറന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ഒരു നക്ഷത്രമായി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവരുടെ ജീവിതം ധന്യമാണ്, ഭദ്രമാണ്, സുരക്ഷിതമാണ്. ആരുടെയും അപഹരിക്കയില്ല, തട്ടിപ്പറിക്കയില്ല, ദിവ്യാഗ്രഹമുണ്ടാകുകയില്ല. എപ്പോഴും ഇടവിടാതെ ദൈവത്തെ ഓർത്ത് സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതാണ് 1 സങ്കീർത്തനം പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. അവിടെ നിന്നാണ് പറയുന്നത്, ദൈവത്തിൻ്റെ മക്കൾ ആദ്യോടന്തം കർത്താവിനോട് പറ്റിച്ചേർന്ന തെറ്റുകുറ്റങ്ങൾ പറയുമ്പോൾ, ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിൽ താണിരുന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയാനായിട്ട് കഴിയും. അമ്മ പറഞ്ഞു, എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ആനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മ. നമ്മുടെ ഉള്ളിൽ കർത്താവ് വന്നാൽ നമ്മളും കർത്താവിനെ മഹത്വപ്പെടുത്തും. നമുക്കൊരുങ്ങാം. ഒരു പുതുവർഷത്തിലേക്ക് അവിടെ നിന്ന് നീങ്ങുകയാണല്ലോ. ഏവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് തിരുവചനത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാൻ ദൈവത്തോട് അടുത്തിരിപ്പീൻ, അവൻ നമ്മോട് അടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നമ്മിട്ട് ഓടിപ്പോകും എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. നമുക്ക് അതുപോലെ തന്നെ ചെയ്യാൻ ഇടവരുത്തട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും സ്നേഹം അന്വേഷണം അറിയിക്കുന്നു. ദൈവനാമത്തിൽ എല്ലാവരെയും ദൈവത്തിൻ്റെ കൊടിക്കീഴിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. നമ്മെ ഒരുക്കുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.